വെൽക്കം ടു ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എക്സലൻസ് ഇൻ പെർഫോമൻസ് എന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ്, അതായത് കോമ്പണൻസ് അല്ലേ, കോമ്പണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, മസിൽ സ്ട്രെങ്ത്, മസിൽ എൻഡുറൻസ്, ബാലൻസ്, cardiovascular endurance, flexibility, agility, body composition, neuromuscular coordination, reaction time, explosive strength, speed. ഇത് നമ്മൾ രണ്ട് തരത്തിലായിട്ട് ഡിവൈഡ് ചെയ്തതാണ് പഠിച്ചത്. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സും സ്പോർട്സ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സും. ഇത് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഗെയിംസ് പരിചയപ്പെടാം. നമുക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് ഇത് നിങ്ങളെ കളിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ കളി ചിലപ്പോൾ നമ്മൾ കളിച്ചിട്ടുണ്ടാവും. ത്രോ ആൻഡ് ഔട്ട്, ആക്ടിവിറ്റി 7 നോക്കാം. ഓക്കെ, കുട്ടികളെ 2 ഗ്രൂപ്പുകളായി തരംതിരിച്ച് ഒരു സർക്കിൾ ഗ്രൗണ്ടിൽ വരയ്ക്കുന്നു. അതിൽ ഒരു ഗ്രൂപ്പുകാർ പുറത്ത് ലൈനിൻ്റെ പുറത്ത് നിൽക്കുകയും മറ്റു ഗ്രൂപ്പിലെ കുട്ടികളെല്ലാവരും തന്നെ കളത്തിൻ്റെ അകത്ത് നിൽക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം പുറത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ ബോൾ കൊടുക്കും. അതൊരു ടീമാണ്. ആ ടീം അകത്തുള്ള എല്ലാ കുട്ടികളെയും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഔട്ടാക്കുക. അതായത് ഡോഡ്ജ് ബോൾ എന്നൊക്കെയാണ് ഈ കളിയെ പറയുക. ത്രോ ആൻഡ് ഔട്ട്. കാലിൻ്റെ മുട്ടിന് താഴേക്ക് മാത്രമേ എറിയാൻ പാടുള്ളൂ. ബോൾ കൊണ്ട ആൾ പുറത്ത് പോകണം. അപ്പോൾ 1 മിനിറ്റ് സമയത്തിനാണ് കളിക്കുന്നതെങ്കിൽ ആദ്യത്തെ ടീം, പുറത്ത് നിൽക്കുന്ന ടീം അകത്ത് നിൽക്കുന്ന ടീമിനെ എത്ര പേരെ ഔട്ടാക്കി ആ 1 മിനിറ്റ് കൊണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ചാടാം, അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റ് ചെയ്യാം, നീങ്ങി നിൽക്കാം അല്ലേ. എജിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും അല്ലെങ്കിൽ സ്ട്രെങ്തോ ബാലൻസ് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. എൻഡ്യൂറൻസ്, മസിൽ എൻഡ്യൂറൻസ് ഒക്കെ ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ 1 മിനിറ്റ് സമയം വരെ നമ്മൾ ഈ ബോളിൻ്റെ എയർ കൊള്ളാതെ പിടിച്ച് നിൽക്കണം. അത് കഴിഞ്ഞ് ആ 1 മിനിറ്റ് കഴിയുമ്പം അകത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം സർക്കിളിൻ്റെ പുറത്ത് ഇതുപോലെ വട്ടത്തിൽ നിൽക്കുക. പുറത്ത് നിന്ന് എല്ലാ കുട്ടികളും അകത്തും കയറുക. അപ്പോൾ അവർ എത്ര പേരെ ബോൾ എറിഞ്ഞ് ഔട്ടാക്കുന്നുണ്ട് എന്നാണ് നോക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് ജമ്പ് ചെയ്യാം, നീങ്ങാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുക്കാം, ഓടിക്കൊണ്ടിരിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാം. പക്ഷേ കളത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. കാലിൽ ബോൾ കൊണ്ടാൽ ഔട്ടാണ്. അപ്പർ ബോഡിയിൽ തട്ടിയാൽ ഔട്ടല്ല, കാലിൽ ബോൾ തട്ടിയാൽ ഔട്ടാണ്. ഇതാണ് ഗെയിം. ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ത്രോ ആൻഡ് ഔട്ട് എന്നുള്ള കളിയാണ്. രണ്ടാമത്തേതാണ് ഹോപ്പ് ടു വിൻ. നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ, അതായത് ഹോപ്പ് ടു വിൻ ചിത്രത്തിൽ ഒരു കുട്ടി ഒറ്റ കാലുകൊണ്ട് ചാടുന്നതാണ്. ഒരുപാട് കോളംസ് വരച്ചു വയ്ക്കുന്നു. ഒറ്റ കാലുപയോഗിച്ച് 10 കോളം വരച്ചിട്ടുണ്ടെങ്കിൽ 10 കോളവും ചാടിക്കടക്കുക. 12 കോളാണെങ്കിൽ 12 സ്ക്വയറാണ് വരച്ചിട്ടുണ്ടെങ്കിൽ 12 സ്ക്വയറും ഒറ്റ കാലുകൊണ്ട് മാത്രം ചാടിക്കിടക്കുക. അതാണ് ഗെയിം. അതാണ് ഹോപ്പ് ടു വിൻ. അത് ഇത്രയും പെട്ടെന്ന് ചാടുമ്പോൾ സമയം കുറയും അല്ലേ. നമ്മൾ സ്പീഡിൽ ചാടിയാൽ നമുക്ക് സമയം കുറയും. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചാടി ഫിനിഷ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഒരു നിബന്ധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലുകൊണ്ട് മാത്രമേ ചാടാവുള്ളൂ. കാല് മാറ്റം വരുത്താൻ പാടില്ല, ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല, 2 കാല് ഊന്നാൻ പാടില്ല, അതുപോലെ കളം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എല്ലാ കളത്തിലും ഓരോ കാലം ഉപയോഗിച്ച് ആ 12 സ്ക്വയേഴ്സും ചാടി കടന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ആരാണോ ചെയ്യുന്നത് അവരാണ് വിജയിയാവുന്നത്. അതൊരു ഗെയിമാണ്. വളരെ സ്ട്രെങ്ത്ത് കാലിന് വേണം, മസിൽ എൻഡുറൻസ്, മസിൽ സ്ട്രെങ്ത്ത് വേണം, അതുപോലെ ബാലൻസ് വേണം, എജിലിറ്റി വേണം അല്ലേ. കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ റിയാക്ഷൻ ടൈം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്ത്, സ്പീഡ്, ഇതൊക്കെ നമുക്ക് മസ്കുലർ എൻഡ്യൂറൻസ്, മസ്കുലർ സ്ട്രെങ്ത്ത്, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഹോപ്പ് ടു വിൻ ഗെയിമിൽ അല്ലേ. ഇനി തേർഡ് ഗെയിമാണ് നമുക്ക് പറയാം ട്രിപ്പിൾ ചേസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ട്രിപ്പിൾ ചേസ് ഒരു വലിയ സ്ക്വയർ നോക്കുക, പിക്ചറിൽ കാണുന്ന പോലെ ഗ്രൗണ്ടിൽ ഒരു സ്ക്വയർ വരയ്ക്കുന്നു. 3 സ്ക്വയറിലും അത് 3 ഭാഗത്തും, അതായത് 1, 2, 3 എന്നുള്ള നമ്പർ കൊടുത്ത് 3 കുട്ടികളെ നിർത്തുന്നു. 3 കോർണേഴ്സിലാണ് നിർത്തുന്നത്. 3 കോർണേഴ്സിലാണ് നിർത്തുന്നുള്ളൂ. അപ്പം ഈ കുട്ടികൾ ഒരു സിഗ്നൽ കിട്ടിത്തുടങ്ങുമ്പോൾ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളെ തൊടണം, രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആളെ തൊടണം, മൂന്നാമത്തെ കുട്ടി നാലാമത്തെ കുട്ടിയെ തൊടണം. ആദ്യം ആരാണോ ആരെയെങ്കിലും, അതായത് മൂന്നാമത്തെ ആൾ ഒന്നാമത്തെ ആളെ തൊടേണ്ടത്, ആദ്യം ആരാണോ തൊടുന്നത് അവർ ജയിച്ചു. അങ്ങനെ 3 ടീമിലുള്ള ആൾക്കാരും
കളിക്കുക. അതിൽ ഏറ്റവും അതുപോലെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെമി ഫൈനൽ ഫൈനലൊക്കെ വെക്കൂലേ, അങ്ങനെ ഫൈനൽ വെച്ച് ആരെയാണ് വിജയി എന്ന് പ്രഖ്യാപിക്കാം. അതാണ് ട്രിപ്പിൾ ചേസ് എന്ന് പറയുന്ന കളി. കളി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 3 കോർണറിൽ ഓരോരുത്തർ നിൽക്കുന്നു, ഓരോരുത്തർക്കും നമ്പർ കൊടുക്കുന്നു. ഒന്നാമത്തെ കുട്ടി തൊടേണ്ടത് രണ്ടാമത്തെ നമ്പറുള്ള കുട്ടിയെയാണ്. അപ്പോൾ ആ സ്ക്വയറിലൂടെയാണ് നമ്മൾ ഓടേണ്ടത്, ക്രോസ് ആയിട്ട്. അപ്പോൾ തൊടാൻ സമ്മതിക്കാതെ ഓടുകയും മറ്റൊരാൾ, അതായത് നമ്മുടെ എതിരാളി തൊടുകയും വേണം. ഇങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത്. ഇതാണ് ട്രിപ്പിൾ ചേസ് എന്ന് പറയുന്ന കളി. ഈ 3 ഗെയിംസിലും നമുക്ക് കുറേ കാര്യങ്ങൾ, അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സും സ്പോർട്സ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സും ആവശ്യമുണ്ട്. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നാണ് ഈ ക്ലാസ് കഴിയുമ്പം നിങ്ങൾ എഴുതേണ്ടത് നോട്ടിലോട്ട്. അതായത് നമ്മൾ ത്രോ ആൻഡ് ഔട്ട് കളിക്കുമ്പോൾ എന്തൊക്കെ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കോമ്പണൻസ് ആണ് ആവശ്യമെന്നുള്ളത് നോക്കുക. അതുപോലെ ഹോപ്പ് ടു വിൻ എന്ന് പറയുന്ന ഗെയിം കളിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ഒന്ന് വേണം, ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ താഴെയുള്ള 4 പോയിൻറ്റ്സിൽ എഴുതുക. അതേപോലെ തന്നെ ട്രിപ്പിൾ ചേസ് എന്ന ഗെയിം കളിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ കോമ്പണൻസ് ആണ് അവിടെ, സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് വേണ്ടത് എന്നുള്ളത് നോക്കി അവിടെയും എഴുതുക. അവിടെയും അതുപോലെ 6 ഫീച്ചേഴ്സ് ആവശ്യമുണ്ട്, അതും എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൻ്റെ ഹോംവർക്ക്. ഇത് നോട്ടിലോട്ട് നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ടിവിറ്റി ലാസ്റ്റ് പേജിൽ അസസ്മെൻറ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 6 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ 6 ക്വസ്റ്റ്യനും ഈ കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതും നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ആ ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പോയിൻറ്റ്സും എഴുതണം, ആ ക്വസ്റ്റ്യൻസും എഴുതണം. ടെക്സ്റ്റ് ബുക്കിൽ പോയിൻറ്റ്സ് എഴുതുക, അസസ്മെൻറ്റിലെ ക്വസ്റ്റ്യൻസ് നോട്ടിലോട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.